ഡ്രഗ് ഫ്രീ ട്രിവാൻഡ്രം പദ്ധതിക്ക് തുടക്കം കുറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഡ്രഗ് ഫ്രീ പദ്ധതിക്ക് വേണ്ടി ബജറ്റിൽ 1,50,00,000 രൂപ വകയിരുത്തി 2035 കാർബൺ ന്യൂട്രൽ നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, എന്താണ് കോർപ്പറേഷന്റെ പ്ലാൻ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് LDF ഭരിക്കുന്ന കോർപ്പറേഷനിലെ അവസാനത്തെ ബജറ്റാണ് മേയർ ആര്യ രാജേന്ദ്രൻ അവതരിപ്പിച്ചത്. തിരുവനന്തപുരം നഗരത്തെ സമ്പൂർണ്ണമായിട്ട് വൻ വികസനത്തിലേക്ക് ലക്ഷ്യം വെക്കുന്നതാണ് ബജറ്റ് എന്ന് മേയർ പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം നഗരത്തെ പൂർണ്ണമായിട്ടും ലഹരി മുക്തമാക്കുകയാണ് ബജറ്റിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. ഡ്രഗ് ഫ്രീ ട്രിവാൻഡ്രം പദ്ധതിക്കായിട്ട് 1,50,00,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഈ പദ്ധതി ഇപ്പോൾ സമീപകാലത്ത് ലഹരിക്കെതിരെ വലിയ പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഡ്രഗ് ഫ്രീ ട്രിവാൻഡ്രം പദ്ധതി രൂപീകരിക്കുകയും അതിനുവേണ്ടി 1,50,00,000 രൂപ വകയിരുത്തുകയും ചെയ്തിരിക്കുന്നത്. സീറോ കാർബൺ അനന്തപുരിക്കായി 28 കോടിയും അതോടൊപ്പം തന്നെ 2035 തിരുവനന്തപുരം നഗരത്തെ കാർബൺ ന്യൂട്രലാക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനവും ബജറ്റിൽ വെച്ചിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് പ്രവർത്തനങ്ങൾക്കായി 80 കോടി രൂപയാണ് നീക്കിയിരിപ്പ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് 22 കോടിയും ബജറ്റിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വകയിരുത്തിയിട്ടുണ്ട്. ശരി ഷിജോ.